ഗുഡ് ഈവനിങ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദൃഢപടലം, രക്തപടലം അല്ലെങ്കിൽ സ്ക്ലീറ, കൊറോയിഡ് ഇവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാർട്സ് അല്ലെങ്കിൽ ഭാഗങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. ആദ്യം നമ്മൾ 3 ലെയേഴ്സ് പഠിച്ചു. കണ്ണിൻ്റെ 3 പാളികൾ പഠിച്ചു. സ്ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലം, കൊറോയിഡ് അല്ലെങ്കിൽ രക്തപടലം, റെറ്റിന അല്ലെങ്കിൽ ദൃഷ്ടിപടലം എന്നിങ്ങനെ 3 ഭാഗങ്ങളെക്കുറിച്ച്, 3 ലെയേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ 3 പാളികളെക്കുറിച്ച് പഠിച്ചു. പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട് കൺജക്റ്റൈവ, കോർണിയ എന്നിങ്ങനെയുള്ള സ്ക്ലീറയുടെ 2 ഭാഗങ്ങൾ പഠിച്ചു. അതായത് ദൃഢപടലത്തിൻ്റെ ഭാഗങ്ങൾ പഠിച്ചു. അതിനുശേഷം ഐറിസ്, പ്യൂപ്പിൾ, ലെൻസ്, സീലിയറി പേശികൾ എന്നുള്ള രക്തപടലത്തിൻ്റെ അല്ലെങ്കിൽ കൊറോയിഡിൻ്റെ പാർട്സും പഠിച്ചു. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം പഠിക്കാനുള്ളത് റെറ്റിന അല്ലെങ്കിൽ ദൃഷ്ടിപടലവുമായി ബന്ധപ്പെട്ട 3 പാർട്ടാണ്. പീതബിന്ദു, അന്ധബിന്ദു, നേത്രനാഡി, യെല്ലോ സ്പോട്ട്, ബ്ലൈൻഡ് സ്പോട്ട്, ഒപ്റ്റിക് നെർവ് എന്നിങ്ങനെ 3 ഭാഗങ്ങളെക്കുറിച്ച് കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ എന്താണ് അക്വസ് വിട്രിയസ് ദ്രവങ്ങൾ, എന്താണ് അക്വസ് ഹ്യൂമർ, എന്താണ് വിട്രിയസ് ഹ്യൂമർ, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നൊക്കെ കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതോടുകൂടി കണ്ണിൻ്റെ പാർട്സ് എല്ലാം ഏകദേശം കഴിയും, എല്ലാ ഭാഗങ്ങളും കഴിയും. ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയിരുന്നാൽ നമുക്ക് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കാൻ വളരെയധികം എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് നമുക്ക് റെറ്റിനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള യെല്ലോ സ്പോട്ട്, ബ്ലൈൻഡ് സ്പോട്ട്, ഒപ്റ്റിക് നെർവ് എന്നിവയെക്കുറിച്ച് നോക്കാം. പീതബിന്ദു, അന്ധബിന്ദു, നേത്രനാഡി. നമുക്ക് സാധാരണ പീതബിന്ദു എന്നാണ് ടെക്സ്റ്റിൽ ഓർഡർ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം അന്ധബിന്ദു പഠിക്കും. നമ്മൾ ഒരു വസ്തുവിനെ അന്ധത അല്ലെങ്കിൽ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് തന്നെ കാണാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞു. നമ്മൾ റെറ്റിന അല്ലെങ്കിൽ ദൃഷ്ടിപടലത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പറയും പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടുന്നതെന്ന്. ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണപ്പെടുന്ന ഭാഗമാണ് റെറ്റിന അല്ലെങ്കിൽ ദൃഷ്ടിപടലം. പ്രകാശഗ്രാഹി അല്ലെങ്കിൽ കോശങ്ങൾ അല്ലെങ്കിൽ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ഭാഗമാണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പ്രകാശഗ്രാഹികൾ കാണപ്പെടാത്ത ഭാഗമാണ് അന്ധബിന്ദു. അതുകൊണ്ട് നമ്മൾ ഇതിനെന്തെന്ന് വിളിക്കും? അന്ധബിന്ദു എന്ന് വിളിക്കും, അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയും. ഫോട്ടോ റിസപ്റ്റേഴ്സ് ആബ്സെൻ്റ് ആയിട്ടുള്ള ഭാഗത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? അന്ധബിന്ദു അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് വിളിക്കും. ഓക്കെ ആണോ? ഫോട്ടോ റിസപ്റ്റേഴ്സ് ഇല്ലാത്ത ഭാഗത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അന്ധബിന്ദു അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് വിളിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോയിന്റ് കൂടെ പഠിക്കേണ്ടതായിട്ട് നമുക്കത് വഴിയെ പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു പ്രകാശഗ്രാഹി കോശങ്ങൾ ആബ്സെൻ്റ് ആയിട്ടുള്ള, അതായത് ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണപ്പെടാത്ത ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേര്. റെറ്റിനയിൽ ഫോട്ടോ റിസപ്റ്റേഴ്സ് ആബ്സെൻ്റ് ആയിട്ടുള്ള പാർട്ട്, ദൃഷ്ടിപടലത്തിൽ പ്രകാശഗ്രാഹികൾ കാണപ്പെടാത്ത ഭാഗത്തെ നമ്മൾ എന്തെന്ന് വിളിച്ചു? അന്ധബിന്ദു എന്ന് വിളിച്ചു. എങ്കിൽ ധാരാളമായിട്ട് പ്രകാശഗ്രാഹി കോശങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണപ്പെടുന്ന ഭാഗമായിരിക്കും ഏത്? പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട്. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതൽ കാണപ്പെടുന്ന ഭാഗം, അതുകൊണ്ട് തന്നെ പ്രതിബിംബത്തിന് ഏറ്റവും കൂടുതൽ തെളിമയുള്ള ഭാഗം, ഇത് 2 ചോദിച്ചാലും ഏതാണ്? പീതബിന്ദു ആണ്. ദ പാർട്ട് ഓഫ് റെറ്റിന വെയർ പ്ലെന്റി ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ് ആർ സീൻ. ധാരാളം പ്രകാശഗ്രാഹി കോശങ്ങൾ, ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണപ്പെടുന്ന റെറ്റിനയുടെ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ പീതബിന്ദു. പീതമെന്ന് പറഞ്ഞാൽ മഞ്ഞ എന്നുള്ള അർത്ഥത്തിലാണ്. പീതബിന്ദു, യെല്ലോ സ്പോട്ട്. ഓർമ്മിക്കുക, ധാരാളം പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടുന്ന റെറ്റിനയുടെ പാർട്ടാണ് പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ട്. ദ പാർട്ട് ഓഫ് റെറ്റിന വെയർ പ്ലെന്റി ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ് ആർ സീൻ ആർ നോൺ ആസ് യെല്ലോ സ്പോട്ട്. അപ്പോൾ യെല്ലോ സ്പോട്ടിൻ്റെ ഒരു പോയിന്റ് പഠിച്ചു. രണ്ടാമത്തെ പോയിന്റ്, കൂടുതൽ പ്രകാശഗ്രാഹികൾ ഉള്ളതുകൊണ്ട്, കൂടുതൽ ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പാർട്ടിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഇവിടെ വരുന്ന പ്രതിബിംബങ്ങൾ നല്ല തെളിമയുള്ളതായിരിക്കും. ദ പോയിന്റ് ഓഫ് മാക്സിമം വിഷ്വൽ ക്ലാരിറ്റിയാണ്. ഏറ്റവും നല്ല രീതിയിലുള്ള, ഏറ്റവും തെളിമയിലുള്ള പ്രതിബിംബങ്ങൾ കിട്ടുന്ന ഭാഗമാണ് ഏത്? പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട്. കാരണം എന്താണ്? ഇവിടെയാണ് ധാരാളം ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉള്ളത്. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു. ധാരാളം ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉള്ള പാർട്ട് ഏതെന്ന് നമ്മൾ പഠിച്ചു. ഏതാണ്? യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ പീതബിന്ദു, ധാരാളം പ്രകാശഗ്രാഹികളുള്ള ഭാഗം. ഇവിടെയാണ് ഏറ്റവും നല്ല തെളിമയുള്ളത്. എന്നാൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടാത്ത ഭാഗം, ഫോട്ടോ റിസപ്റ്റേഴ്സ് ആബ്സെൻ്റ് ആയിട്ടുള്ള ഭാഗം,
അതാണ് അന്ധബിന്ദു അഥവാ ബ്ലൈൻഡ് സ്പോട്ട്. പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത ഭാഗം, ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണപ്പെടാത്ത ഭാഗം, ഇതാണ് അന്ധബിന്ദു അഥവാ ബ്ലൈൻഡ് സ്പോട്ട്. ഈ അന്ധബിന്ദുവായിട്ട് ബന്ധപ്പെട്ട് സാധാരണയായിട്ട് പരീക്ഷയ്ക്ക് ചിത്രം വരച്ച് അടയാളപ്പെടുത്തുമ്പോൾ ഹിന്റ് തരാനായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ പറയുന്നത്. അടുത്തത്, നേത്രനാഡി ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ നമ്മൾ ആ പാർട്ട് അടയാളപ്പെടുത്തേണ്ടി വരും. അപ്പോൾ അന്ധബിന്ദുവായിട്ട് ബന്ധപ്പെട്ട് ഓർമ്മിക്കേണ്ട അടുത്ത പോയിന്റാണ് റെറ്റിനയുടെ മൂന്നാമത്തെ പാർട്ടായിട്ടുള്ള നേത്രനാഡി അല്ലെങ്കിൽ ഒപ്റ്റിക് നെർവ് ബിഗിൻ ചെയ്യുന്നത്, ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? അന്ധബിന്ദുവിൽ നിന്നാണ്. നേത്രനാഡി അല്ലെങ്കിൽ ഒപ്റ്റിക് നെർവ് ആരംഭിക്കുന്നത്, ബിഗിൻ ചെയ്യുന്നത് എവിടെ നിന്നാണ്? അന്ധബിന്ദുവിൽ നിന്നാണ്. റെറ്റിനയിൽ നിന്ന് നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗമാണ് അന്ധബിന്ദു. ദ പാർട്ട് ഓഫ് റെറ്റിന ഫ്രം വെയർ ഒപ്റ്റിക് നെർവ് ബിഗിൻസ്. ഓക്കെ, നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗം ഏതാണ്? ബിഗിൻ ചെയ്യുന്ന ഭാഗം ഏതാണ്? അന്ധബിന്ദുവാണ്. അന്ധബിന്ദുവിൽ നിന്നാണ് ആരംഭിക്കുന്നത്? നേത്രനാഡി ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, പീതബിന്ദു, അന്ധബിന്ദു. നമുക്ക് അവസാനമായിട്ട് പഠിക്കേണ്ടത് നേത്രനാഡിയെക്കുറിച്ചാണ്. ഈ പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങൾ ഉണ്ടാകും. ഈ ആവേഗങ്ങളെ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ കാഴ്ചയുടെ കേന്ദ്രത്തിൽ, നമുക്കറിയാം, നമ്മൾ പഠിച്ചിരുന്നു, തലച്ചോറ് പഠിച്ചപ്പോൾ നമ്മുടെ തലച്ചോറിലെ കാഴ്ചയുടെ കേന്ദ്രം ഏതാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാഴ്ചയുടെ കേന്ദ്രത്തിൽ എത്തിക്കുക എന്നുള്ള ധർമ്മം ആർക്കാണ്? നേത്രനാഡിക്കാണ്. പ്രകാശഗ്രാഹികളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിൽ എത്തിക്കുക. ഏതാണ് കാഴ്ചയുടെ കേന്ദ്രം? കാഴ്ച, കേൾവി, ഇവ എല്ലാത്തിൻ്റെയും കേന്ദ്രം സെറിബ്രമാണ്, ഓർമ്മിക്കണം. ഒപ്റ്റിക് നെർവിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ട്രാൻസ്മിറ്റ്സ് ഇമ്പൾസ് ഫ്രം ഫോട്ടോ റിസപ്റ്റേഴ്സ് ടു ദി വിഷ്വൽ സെൻറ്റർ ഓഫ് ദ ബ്രെയിൻ. നമ്മുടെ കാഴ്ചയുടെ കേന്ദ്രത്തിൽ എത്തിക്കുക, വിഷ്വൽ സെൻറ്ററിൽ എത്തിക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ഒപ്റ്റിക് നെർവിൻ്റെ ഫംഗ്ഷൻ. ട്രാൻസ്മിറ്റ്സ് ഇമ്പൾസ് ഫ്രം ഫോട്ടോ റിസപ്റ്റേഴ്സ് ടു ദി വിഷ്വൽ സെൻറ്റർ ഓഫ് ദ ബ്രെയിൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏതാണ് വിഷ്വൽ സെൻറ്റർ എന്ന് പറയുന്നത്? സെറിബ്രത്തെയാണ് നമ്മൾ വിഷ്വൽ സെൻറ്റർ. കാഴ്ച, കേൾവി, ഇവയുടെയൊക്കെ കേന്ദ്രം ഏതാണ്? സെറിബ്രമാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കുക, ഒപ്റ്റിക് നെർവ് അല്ലെങ്കിൽ നേത്രനാഡിയുടെ ഫംഗ്ഷൻ പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്ന്, അതായത് ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്നുള്ള ഇമ്പൾസിനെ, ആവേഗങ്ങളെ എവിടെ എത്തിക്കുക? മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിൽ എത്തിക്കുക, ബ്രെയിനിൻ്റെ വിഷ്വൽ സെൻറ്ററിൽ എത്തിക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ഒപ്റ്റിക് നെർവിൻ്റെ അല്ലെങ്കിൽ നേത്രനാഡിയുടെ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 3 കാര്യങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ്? യെല്ലോ സ്പോട്ട്, ബ്ലൈൻഡ് സ്പോട്ട്, ഒപ്റ്റിക് നെർവ്. അതായത് അന്ധബിന്ദു, പീതബിന്ദു, നേത്രനാഡി, ഇവ 3നെയും കുറിച്ചും പഠിച്ചു നമ്മൾ. അപ്പോൾ ഓർമ്മിക്കുക ഇത്രയും കാര്യങ്ങൾ, കാരണം എൻ്റെ ഭാഗങ്ങളാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇനി അക്വസ് ഹ്യൂമറും വിട്രിയസ് ഹ്യൂമറും, അക്വസ് ദ്രവം, വിട്രിയസ് ദ്രവം, ഇവയെ കുറിച്ചുകൂടി പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് അക്വസ് ദ്രവം, വിട്രിയസ് ദ്രവം എന്നിവയെക്കുറിച്ച് നോക്കാം. അവയെക്കുറിച്ചൊരു കോഡും കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്, അതുകൂടി ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ തിരിഞ്ഞു പോകാൻ നിങ്ങൾക്ക് ഓർമ്മിച്ചിരിക്കാൻ പറ്റും അക്വസ് ദ്രവവും വിട്രിയസ് ദ്രവവും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്താണ് അക്വസ് ദ്രവം, വിട്രിയസ് ദ്രവം എന്ന് പഠിക്കുന്നതിന് മുമ്പ് ഇവയുടെ പൊസിഷൻ ആദ്യം കൃത്യമായിട്ട് പഠിക്കാം. ഒരുപാട് കുട്ടികൾക്ക് തെറ്റിപ്പോകുന്നതാണ്. എവിടെയാണ് അക്വസ് ദ്രവം, എവിടെയാണ് വിട്രിയസ് ദ്രവം എന്ന് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു പോകും. കാരണം രണ്ടിലും ലെൻസ് ഉണ്ട്. ലെൻസിനും കോർണിയയ്ക്കും ഇടയിൽ അക്വസും ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിൽ വിട്രിയസ് ദ്രവവും ഉള്ളത്. അപ്പോൾ ഒരുപാട് പേർക്ക് അതിലൊരു കോംപ്ലിക്കേഷൻ അവരുടെ ചിലർ തിരിച്ചെഴുതി വയ്ക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് നിങ്ങൾ ഈ കോഡ് പഠിക്കുക. CALVR, നിങ്ങൾക്ക് ഓർമ്മിക്കാനായിട്ട് CAL കാളെന്നും LVR ലിവർ എന്നും ഓർമ്മിക്കാം. കോളും ലിവറും നമുക്ക് ഒരുമിച്ച് CALVR എന്ന് എഴുതാം. CAL കോളും LVR ലിവർ എന്ന് ഓർമ്മിക്കുക. ഇത്രയും ഓർമ്മിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോംപ്ലിക്കേഷൻ മാറി കിട്ടും. കാരണം CAL കോൾ എടുക്കുക. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലായിട്ട് ഏതുണ്ട് അക്ഷരം A, അതായത് അക്വസ് ദ്രവം അല്ലെങ്കിൽ അക്വസ് ഹ്യൂമറാണത്. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലാണ് ആര് കാണപ്പെടുന്നത്? അക്വസ് ഹ്യൂമർ അല്ലെങ്കിൽ അക്വസ് ദ്രവം കാണപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് കൂടിയാണിത് അവരെക്കുറിച്ച് പഠിക്കുമ്പോൾ. അപ്പോൾ അതിൽ തന്നെ ഓർമ്മിക്കുക CAL കോൾ. അതിലെങ്ങനെയാണ്? കോർണിയയാണ് C, L എന്ന് പറഞ്ഞ ലെൻസാണ്. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ളതാണ് ഏത്? അക്വസ് ദ്രവം അല്ലെങ്കിൽ അക്വസ് ഹ്യൂമർ. അടുത്തത് LVR ലിവർ എന്ന് ഓർമ്മിക്കുക. LVR
അതിൽ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലാണ്. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലാണ് ആര് കാണപ്പെടുന്നത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. വിട്രിയസ് ദ്രവം അല്ലെങ്കിൽ വിട്രിയസ് ഹ്യൂമർ കാണപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒറ്റ കോഡ് നിങ്ങൾക്ക് ഓർമ്മിച്ചാൽ മതി. കോൾ ലിവർ എഴുതുമ്പോൾ നിങ്ങൾ CALVR എന്ന് എഴുതി പഠിച്ചാൽ മതി. അതിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും കിട്ടും. കോൾ ലിവർ. കോൾ എന്ന് പറയുമ്പോൾ ഒരിക്കൽ കൂടി CAL കോൾ. കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ കറക്റ്റ് നിങ്ങൾക്ക് അവിടെ ലെറ്റർ കാണാം. ഏതാണ്? A ആണ്. A എന്ന് പറയുമ്പോൾ അക്വസ് ഹ്യൂമർ ആണ്. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിൽ ഏതാണ്? വിട്രിയസ് ഹ്യൂമർ ആണ്. ഈ വിട്രിയസ് ഹ്യൂമർ വിട്രിയസ് ചേംബറിലും അക്വസ് ഹ്യൂമർ അക്വസ് ചേംബറിലും, അതായത് അക്വസ് ദ്രവം അക്വസ് അറയിലും വിട്രിയസ് ദ്രവം വിട്രിയസ് അറയിലും കാണപ്പെടുന്നതുകൂടി ഓർമ്മിച്ചാൽ മെയിൻ പോയിന്റുകൾ കഴിഞ്ഞു. നിങ്ങൾ ആ ഇൻട്രോ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. എവിടെയാണ് പൊസിഷൻ, എങ്ങനെയാണ് കാണപ്പെടുന്നതെന്നൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അക്വസ് ഹ്യൂമറിനെ കുറിച്ചും വിട്രിയസ് ഹ്യൂമറിനെ കുറിച്ചും പഠിക്കാം. അക്വസ് ദ്രവം അല്ലെങ്കിൽ അക്വസ് ഹ്യൂമർ കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ കാണപ്പെടുന്ന അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് അക്വസ് ദ്രവം. അപ്പോൾ ഓർമ്മിക്കുക, the fluid filled in the aqueous chamber between lens and cornea. നമ്മുടെ കോൾ എന്നല്ലേ നമ്മൾ പറഞ്ഞായിരുന്നു. അതിനൊക്കെ കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ ഒരു ചേംബർ ഉണ്ട്. അതാണ് അക്വസ് ചേംബർ. അതിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് അല്ലെങ്കിൽ അതിനകത്ത് നിറഞ്ഞിരിക്കുന്ന ഫ്ലൂയിഡാണ് അക്വസ് ഹ്യൂമർ. Aqueous humor is the fluid filled in the aqueous chamber between the lens and the cornea. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് ഏത്? അക്വസ് ദ്രവം. അടുത്തായിട്ട് നിങ്ങൾ ഓർമ്മിക്കുക, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, അക്വസ് ഫ്ലൂയിഡ് ഈസ് ഫോംഡ് ഫ്രം ദ ബ്ലഡ് ആൻഡ് റീഅബ്സോർബ്ഡ് ബൈ ദ ബ്ലഡ്. അക്വസ് ഹ്യൂമർ രക്തത്തിൽ നിന്ന് രൂപം കൊള്ളുന്നു, രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നു. നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട അവസാന ടോപ്പിക്കുകളിൽ കണ്ണിൻ്റെ അസുഖങ്ങൾ പഠിക്കാനുണ്ട്. അവിടെ നമ്മളൊരു അസുഖം, ഗ്ലോക്കോമ എന്ന് പറയുന്ന അസുഖം പഠിക്കുമ്പോൾ നമ്മൾ ഈ പ്രത്യേകത അവിടെ ഒന്നുകൂടി ഓർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രാധാന്യം കൊടുത്ത് ഇത് പഠിക്കുക. അക്വസ് ദ്രവത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് രക്തത്തിൽ നിന്ന് രൂപം കൊള്ളുന്നു, രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നു. അക്വസ് ഹ്യൂമർ ഈസ് ഫോംഡ് ഫ്രം ദ ബ്ലഡ് ആൻഡ് റീഅബ്സോർബ്ഡ് ബൈ ദ ബ്ലഡ്. രക്തത്തിൽ നിന്ന് രൂപം കൊള്ളുന്നു, രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നു. ഇനി ഇതിൻ്റെ ഒരു ഫംഗ്ഷനും കൂടി പഠിക്കാനുണ്ട്. കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുക എന്നുള്ളതാണ്. നറിഷ് ദ ടിഷ്യൂസ് ഓഫ് ഐ. കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുക എന്നുള്ളതാണ് അക്വസ് ഹ്യൂമറിൻ്റെ ഫംഗ്ഷൻ. നറിഷ് ദ ടിഷ്യൂസ് ഓഫ് ഐ. കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുക എന്നുള്ളതാണ് അക്വസ് ഹ്യൂമറിൻ്റെ അല്ലെങ്കിൽ അക്വസ് ദ്രവത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുക, നറിഷസ് ദ ടിഷ്യൂസ് ഓഫ് ഐ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ഓർമ്മിക്കുക. അക്വസ് ഹ്യൂമറിനെ കുറിച്ച് 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അക്വസ് ദ്രവത്തെക്കുറിച്ച് നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ആദ്യം അതിൻ്റെ പൊസിഷൻ പറഞ്ഞു, രണ്ടാമത് അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു, മൂന്നാമത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ പറഞ്ഞു. 3 കാര്യങ്ങൾ. ആദ്യം നമുക്ക് പൊസിഷൻ ഒന്നുകൂടി ഓർമ്മിക്കാം. കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ കാണപ്പെടുന്ന ചേംബറാണ് അക്വസ് ചേംബർ. കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ കാണപ്പെടുന്ന അറയാണ് അക്വസ് അറ. അതിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് അക്വസ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ അക്വസ് ഹ്യൂമർ അല്ലെങ്കിൽ അക്വസ് ദ്രവം. അക്വസ് അറ അല്ലെങ്കിൽ അക്വസ് ചേംബറിനകത്ത് നിറഞ്ഞിരിക്കുന്ന ഫ്ലൂയിഡാണ് അക്വസ് ഹ്യൂമർ. പിന്നീട് നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ദ ബ്ലഡ് ആൻഡ് റീഅബ്സോർബ്ഡ് ബൈ ദ ബ്ലഡ് എന്ന് പറഞ്ഞു. ഇത് രക്തത്തിൽ നിന്ന് രൂപം കൊള്ളുന്നു, രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് അവസാനമായിട്ട് പഠിച്ചത് കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുക എന്നുള്ളതാണ് അക്വസ് ദ്രവത്തിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞു. നറിഷ് ദ ടിഷ്യൂസ് ഓഫ് ഐ. നറിഷസ് ദ ടിഷ്യൂസ് ഓഫ് ഐ എന്നുള്ളതാണ് അക്വസ് ദ്രവത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അടുത്ത നമുക്ക് വിട്രിയസ് ദ്രവത്തെക്കുറിച്ച് ഓർമ്മിക്കാം. വിട്രിയസ് ഹ്യൂമറിനെ കുറിച്ച് ഓർമ്മിക്കാം. ഇതൊരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. ഇത് ജെല്ലി പോലുള്ള ഒരു ദ്രവമാണ്. ജെല്ലി ലൈക്ക് ഫ്ലൂയിഡാണ്. ജെല്ലി പോലുള്ള, നിങ്ങൾ ജസ്റ്റ് ജെല്ലി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ജെല്ലി പോലെ ഇരിക്കും. ജെല്ലി ലൈക്ക് ഫ്ലൂയിഡാണ്. ജെല്ലി പോലുള്ള ദ്രവമാണ് വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത്. LVR നമ്മുടെ ലിവർ എന്ന് പറയുന്ന കോൾ ഓർമ്മിക്കുക. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിൽ ആരുണ്ട്? വിട്രിയസ് ചേംബർ ഉണ്ട്, വിട്രിയസ് അറയുണ്ട്. അതിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ്, ഫ്ലൂയിഡാണ് വിട്രിയസ് ഹ്യൂമർ അല്ലെങ്കിൽ വിട്രിയസ് ദ്രവം.
ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രവമാണ് വിട്രിയസ് ദ്രവം. എ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് seen in the vitreous chamber between retina and lens are known as vitreous humor. A jelly-like substance seen in the vitreous chamber between lens and retina. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള വിട്രിയസ് അറയിൽ കാണപ്പെടുന്ന ദ്രവത്തെ, ജെല്ലി കണക്കുള്ള ദ്രവത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിട്രിയസ് ദ്രവം. നമുക്ക് നിങ്ങൾ ആ കണ്ണിൻ്റെ ഭാഗത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലെന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ, ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരെന്ന് പറയണം? അത് വിട്രിയസ് ഹ്യൂമറാണ്, വിട്രിയസ് ദ്രവമാണെന്ന് പറയണം. കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നത് ഹെൽപ്സ് ഇൻ ദ മെയിൻറ്റെയിനിങ് ദ ഷേപ്പ് ഓഫ് ദി ഐ. കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു. ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ ഷേപ്പ് ഓഫ് ദി ഐ. കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുക എന്നുള്ളതും ആരുടെ ധർമ്മമാണ്? വിട്രിയസ് ഹ്യൂമറിൻ്റെ, വിട്രിയസ് ദ്രവത്തിൻ്റെ ധർമ്മമാണ്, ഫങ്ഷനാണ്. നമ്മൾ വിട്രിയസ് ദ്രവത്തിൻ്റെ അല്ലെങ്കിൽ വിട്രിയസ് ഹ്യൂമറിൻ്റെ ഫങ്ഷൻസ് പഠിച്ചു. എന്താണ്? ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിൽ വിട്രിയസ് അറയിൽ കാണപ്പെടുന്നവയാണ് വിട്രിയസ് ഹ്യൂമർ അല്ലെങ്കിൽ വിട്രിയസ് ദ്രവം. ഇതിന് ജെല്ലി കണക്കുള്ള ഒരു ദ്രവമാണ്. ഇറ്റ് ഇസ് എ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് സീൻ ഇൻ ദ വിട്രിയസ് ചേംബർ ബിറ്റ്വീൻ റെറ്റിന ആൻഡ് ലെൻസ്. അതിനുശേഷം നമ്മൾ പറഞ്ഞു കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുമെന്ന് പറഞ്ഞു. ഇറ്റ് ഹെൽപ്സ് ഇൻ ദി മെയിൻറ്റെയിനിങ് ദ ഷേപ്പ് ഓഫ് ഐ. കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുമെന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ യെല്ലോ സ്പോട്ട്, ബ്ലൈൻഡ് സ്പോട്ട്, ഒപ്റ്റിക് നെർവ്, വിട്രിയസ് ചേംബർ, അക്വസ് ചേംബർ, പീതബിന്ദു, അന്ധബിന്ദു, നേത്രനാടി, അക്വസ് ദ്രവം, വിട്രിയസ് ദ്രവം, ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം.